പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കഴിച്ച ഒരു ബോർവെല്ലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഞാൻ 200 ഫീറ്റ് 250 ഫീറ്റ് എന്ന് പറഞ്ഞാൽ 100 ഫീറ്റിൽ വെള്ളം കണ്ടിട്ട് 250 ഫീറ്റ് വരെ താഴ്ത്തിയ ഒരു കിണറായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറേജ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി താഴ്ത്താന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ബോർവെൽ ചെയ്യുന്നത്. ഇത് ഗ്യാരണ്ടിയിൽ പെരിന്തൽമണ്ണയിലൊരു ടീം അടിച്ചതാണ്. ഗ്യാരണ്ടിയിൽ അടിക്കുക എന്നുള്ളതുകൊണ്ട് ചില ഡബിൾ റേറ്റ് കൊടുത്തിട്ടാണ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഡബിൾ റേറ്റ് ആണ് കേട്ടോ. മിക്കവാറും അത് ആളുകൾ ചെയ്യാതിരിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഗ്യാരണ്ടിയിൽ ആര് ചെയ്തരാന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കും നന്നാവുക. കാരണം നിങ്ങൾക്ക് 2 കിണർ വയ്ക്കുക. ആ ഒരു കിണറിൽ വെള്ളം ഇല്ലെങ്കിലും കൂടെ നിങ്ങൾക്ക് വേറൊന്നുകൂടെ വയ്ക്കുക പൈസയോട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത്. പിന്നെ അങ്ങനെ ഞാൻ 250 അടി എന്ന് പറഞ്ഞിട്ട് അവർ കുഴിച്ചതിൻ്റെ ക്യാഷും വാങ്ങി പോയതാണ്. പെരിന്തൽമണ്ണയിലെ പ്രത്യേക ടീമൊന്നും പറയുന്നില്ല. യൂട്യൂബിലൊക്കെ വല്ലാതെ പിന്നെ വരുന്ന ഒരാളാണ്. യൂട്യൂബിലൊക്കെ കാണിച്ചിട്ട് അവരെ യൂട്യൂബ് കണ്ടിട്ടായിരുന്നു ഞാൻ കിണർ കുഴിച്ചിരുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കുക. ഈ ഗ്യാരണ്ടിയിൽ കുഴിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന അബദ്ധം. എന്നിട്ട് അവസാനം ഞാനിതാ വേറൊരു ബോർവെൽ ടീമിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് താഴ്ത്താൻ ശ്രമിക്കണം. അവരെന്നോട് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ താഴ്ത്തി കഴിഞ്ഞാൽ ഒരു 100 ഫൂട്ടോട് താഴ്ത്തി കഴിഞ്ഞാൽ 200 പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് 200 അടി ഉണ്ടല്ലോ, 250 അടി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ 250 അടി എന്നുള്ള 350 അടി 250 ലിറ്ററും കൂടെ വെള്ളം കിട്ടും എന്ന അവർ പറഞ്ഞു. 250 അടി കഴിച്ച് 250 അടി വെള്ളം കിട്ടും. പക്ഷേ അവരൊരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല അവർ കുഴിച്ച് കഴിഞ്ഞാൽ എല്ലാ വെള്ളം പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം അവരോട് പറഞ്ഞു. സാധാരണ ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് അവരവരുടെ പൈസ കയ്യിലാക്കുന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ ഭൂരിപക്ഷം ബോർവെല്ലുകാരും. ഇത് ഞാൻ മലപ്പുറം പിന്നെ വെള്ളുവമ്പ്രം മോങ്ങത്തുള്ള ടീമിനോടാണ് ഞാൻ അത് ചെയ്യിക്കുന്നത്. അവരെൻ്റെ തൊട്ടടുത്തുള്ള കിണർ കുഴിക്കാൻ വന്ന സമയത്ത് എനിക്ക് ഒരു ആവേശം തോന്നിയതാണ് സത്യം പറഞ്ഞാൽ. ഒന്ന് താഴ്ത്തി കളയാമെന്ന്. അങ്ങനെ ഷീറ്റൊക്കെ ചെറിയൊരു ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഷീറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇറക്കി. അങ്ങനെ ഇപ്പോൾ താഴ്ത്തി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് 200 ഫൂട്ടേ ഉള്ളൂ. കറക്റ്റ് അളവെടുത്തപ്പോൾ 200 ഫൂട്ട്. 50 ഫൂട്ട് അവന്മാർ എന്നെ പറ്റിച്ച് പോയി പൈസ വാങ്ങിച്ചു. അത് ഇതിൻ്റെ മുന്നുള്ള ടീം 50 ഫൂട്ട് അധികം പൈസ വാങ്ങിച്ച് പോയി, പെരിന്തൽമണ്ണയുള്ള ടീം. ഇനി ബാക്കി കുഴിക്കാമെന്ന് കരുതി കുഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോകരുത്. കുഴൽ കിണറിൽ വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ രണ്ടാമതൊരു ക്ലീൻ ചെയ്യുക എന്നുള്ള ഓക്കെ അത് നടക്കും. പക്ഷേ രണ്ടാമത് താഴ്ത്താനൊന്നും പോകരുത്. അത് എനിക്ക് കിട്ടിയൊരു അനുഭവമാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എനിക്കൊരു കിണർ കുഴിക്കേണ്ട പൈസ പോവും. ഞാൻ വേറൊരു അന്നൊക്കെ ഈ പെരിന്തൽമണ്ണയിലെ ടീം തന്നെ വന്നിട്ട് ആ മിഷനൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കറക്റ്റ് പോയിൻ്റൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ആ പോയിൻ്റ് കണ്ടെത്തിയ ഒരു 170 ഫീറ്റിൽ വെള്ളം കണ്ടു. പിന്നെ അത് പാറ അടിസ്ഥാനത്തിൽ മണ്ണ് കൂടിയ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ചെയ്തിട്ട് താഴ്ത്തുണ്ടായത്. വെള്ളം ഉണ്ടായിരുന്നു, അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവരന്ന് അടിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ മോട്ടർ വെക്കാത്തതുകൊണ്ട് കറക്റ്റ് എത്ര വെള്ളം കിട്ടുമെന്നില്ല. എത്ര ലിറ്റർ വെള്ളം അടിച്ച് കാണിച്ചു തരാം എന്നുള്ളതാണ് അവരുടെ ഗ്യാരണ്ടി. പക്ഷേ ഞാൻ അടിച്ച് നോക്കിയില്ല. പിന്നെ ഒരു മോട്ടർ വെച്ചുമില്ല. ഒരു വീടിൻ്റെ തുടക്കത്തിലായിരുന്നു ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രണ്ടാമത് വെള്ളം മോട്ടർ വെച്ച സമയത്ത് വെള്ളം കുറച്ച് ഒരു 300-350 ലിറ്റർ വെള്ളം മാത്രമേ ഒരു ഒറ്റ പ്രാവശ്യമായിട്ട് വെള്ളം വരുന്നുള്ളൂ. 350 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 6-7 മണിക്കൂർ കഴിയുമ്പോൾ 350 ലിറ്റർ വീണ്ടും ആവും. അങ്ങനെയായിരുന്നു എൻ്റെ നിലവിലെ സ്ഥിതി. അപ്പം ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചെന്ന് അറിയാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ മോട്ടറിന് ടൈമറൊക്കെ വെച്ച് കേട്ടാണ് സെറ്റ് ചെയ്ത മോട്ടർ കത്തിപ്പോണ്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈ കിണർ ഒന്നും കൂടി താഴ്ത്താം. സ്റ്റോറേജ് എത്രയായാലും 350 ലിറ്ററിൽ കൂടുതൽ വെള്ളം കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിച്ച് കുറച്ച് സ്റ്റോറേജ് താഴോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ സ്റ്റോറേജ് കിട്ടുമല്ലോ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് താഴ്ത്തിയത്. പക്ഷേ എന്തുകൊണ്ടോ ഇവരെ കറക്റ്റ് മട്ടം 90 ഡിഗ്രിയിൽ താഴോട്ട് മിഷൻ വെച്ച് കറക്റ്റ് ശ്രദ്ധിക്കുക. 90 ഡിഗ്രിയിലാണ് താഴോട്ട് കുഴിക്കുന്നൊരു പോയിൻ്റ് മാറിക്കഴിഞ്ഞാൽ ബോർവെല്ലിൻ്റെ കിണറിലെ വെള്ളം കിട്ടില്ല. അപ്പോൾ ഇവർ കാണിക്കുന്ന ആ ഒരു പോയിൻ്റിൽ കറക്റ്റ് 90 ഡിഗ്രിയിൽ താഴോട്ട് പോകണം. താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇത് ചെരിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മിഷൻ്റെ എന്തെങ്കിലും പഴക്കങ്ങൾ കൊണ്ടോ റോഡിൻ്റെ പഴക്കങ്ങൾ കൊണ്ടോ ഒക്കെ ശരിക്കും ഇത്രയും നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഇറക്കുന്നതല്ലേ. ഇപ്പോൾ താഴെടുത്തുമ്പോൾ എന്തായാലും ഒരു പോയിൻ്റ് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ആ രീതിയിൽ പോയിൻ്റിലേക്ക് ചെരിഞ്ഞ് പോവുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ബോർവെൽ ടീമിനോട് ഇവർ ആദ്യം പറഞ്ഞ പൈസ എല്ലായിരുന്നു എന്നോട്. പിന്നെ അവസാനം കുഴിച്ച് കഴിഞ്ഞ ശേഷം എനിക്കൊരു 10 രൂപ അധികം ചോദിച്ചു. 10 രൂപ അധികം ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. 10 രൂപ അധികം ചോദിച്ചത് മാത്രമേ ചായ എടുക്കാനുള്ള പൈസ കൊടുത്തു. ചായയും കുടിച്ചോളാം. എനിക്ക് ദേഷ്യം വന്നു. കാരണം അവന്മാർ 250 ലിറ്റർ വെള്ളം അധികം കിട്ടും എന്ന് പറഞ്ഞു.
ഈ കുഴിച്ച ഇതിലെനിക്ക് വേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെള്ളം അത്രയും താഴോട്ട് 120 അടി താഴോട്ടാണ് താഴ്ത്തിയേക്കുന്നത്. ഞാൻ 120 150ൻ്റെ അടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു താഴ്ത്തിയ, അതായത് 200 അടി താഴോട്ടുള്ളതിനൊക്കെ ഹാഫ് റേറ്റാണ് ഇവർ വാങ്ങുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കിണർ കുഴിച്ചിട്ടുണ്ടല്ലോ, ആ കിണർ കുഴിച്ചതിൻ്റെ സാധാരണ ബോർവെൽ അടിക്കുന്നതിൻ്റെ ഹാഫ് റേറ്റാണ് ഇവർ അതുവരെ റോഡ് താഴ്ത്താൻ വാങ്ങുക. പിന്നെ അതിൽ അങ്ങോട്ട് സാധാ കിണർ കുഴിക്കുന്ന പൈസയും വേണം. ചുരുക്കി പറഞ്ഞാൽ 350 അടി കുഴിക്കാൻ എനിക്ക് 250 അടി പുതിയ കിണർ കുഴിക്കുന്ന ക്യാഷ് വന്നു. അപ്പോൾ എനിക്കത് ചെയ്താൽ മതിയായിരുന്നു. ഞാനത് മണ്ടത്തരം കാണിച്ചാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഉള്ള കിണർ കുഴിച്ചിട്ട് അവരോട് കുഴിക്കുന്ന സമയത്ത് അവരോട് പറയാം, അല്ല സോറി, നമ്മൾ ഉള്ള കിണർ കൊണ്ട് വെള്ളം കൊണ്ട് തൃപ്തിപ്പെടാനല്ല, ആ കിണറിൽ പിന്നെ കളിക്കരുത്, ഒരു പൈസയും കളയരുത്. അവന്മാർ എന്ത് തന്നെ ഗ്യാരണ്ടി പറഞ്ഞാലും എന്ത് തന്നെ കാര്യങ്ങൾ പറഞ്ഞാലും ചെയ്യാതിരിക്കേക്ക് നന്നാവുക. അവന്മാർ കൈമലർത്തും, കാരണം ഭൂമിൻ്റെ അടിയിലുള്ള സംഗതിയാണ്. അപ്പോൾ ഞാനേതായാലും എനിക്കിത് കുഴിച്ച് കഴിഞ്ഞ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല വെള്ളം. ഇത്രത്തോളം 120 അടി താഴ്ന്നിട്ട് പുതിയ ഉറവൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് അവസാനം വെച്ചിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു. ഇപ്പോൾ 7 മണിക്കൂർ കഴിയുമ്പോഴാണ്, 6 മണിക്കൂർ കഴിയുമ്പോൾ 350 ലിറ്റർ വെള്ളം കിട്ടിയിരുന്നു. എനിക്കിപ്പം 14 മണിക്കൂറിലാണ് ആ വെള്ളം കിട്ടുന്നത്. നല്ല വെള്ളം അടിയിലൂടെ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി ബോർവെല്ലിൻ്റെ ടീമിനോട് നമ്മൾ കറക്റ്റായിട്ട് ഗ്യാരണ്ടിയിൽ കുഴിക്കാതിരിക്കുക എന്നുള്ള. ഗ്യാരണ്ടി കുഴിക്കുന്നേക്കാളും നല്ലെങ്കിൽ വേറെ കിണർ കുഴിക്കായിരിക്കും. അത് കിട്ടിയില്ല വേറെ സ്ഥാനം കണ്ട് വേറെ കുഴിക്കുക. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. എനിക്ക് പറ്റിയിരിക്കുന്ന എന്താണെന്നുള്ള, അവസാനം എന്താ സംഭവിക്കുന്നുള്ളത് കാണാം. ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വേറെ വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള ഇതാണ്, ബോർവെൽ കുഴിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് സാധനം കണ്ടിട്ട് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ടീമിനോട് ഒന്നും കുഴിപ്പിക്കാതിരിക്കുക. പിന്നെ ഏകദേശം ഒരു ധാരണ ഉണ്ട് നമ്മൾ കുഴിക്കുക. രണ്ടാമത്തെ വിഷയം, കോൽക്കണ്ടം ഒരിക്കൽ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇന്നൊരു ഓർഡർ ഇറക്കിയിട്ട് അതിലൊരു വർക്ക് എടുക്കാതെ വെക്കുക. ഇല്ല വെള്ളം കൊണ്ട് എവിടെ നിന്നാണ് വെള്ളം കാണുന്നത് അതിന് താഴോട്ട് അധികം താഴ്ത്താതിരിക്കുക. അതും താഴ്ത്തി കഴിഞ്ഞാൽ അടിയിൽ എന്തെങ്കിലും പാറയുടെ എന്തെങ്കിലും ഗ്യാപ്പ് രണ്ടാമത് വെള്ളം അതിലൂടെ കിട്ടിയ വെള്ളം അതിലൂടെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് എനിക്ക് പറ്റിയിരിക്കുന്നത്. കിട്ടുന്ന വെള്ളം അടിയിൽ പാറയുടെ ഗ്യാപ്പിലൂടെ ഒഴിഞ്ഞ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് സ്റ്റോറേജ് കിട്ടില്ല. അതുകൊണ്ട് കിണർ കുഴിച്ച ഉടനെ തന്നെ അധികം താഴ്ത്താതെ ഉള്ള വെള്ളം തൃപ്തിപ്പെടാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറ്റിയിട്ടുള്ള വലിയൊരു അബദ്ധമാണിത്. ഞാനിപ്പോൾ വേറൊരു ബോർവെല്ലിൽ കുഴിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഏതായാലും ഇപ്പം കുഴിച്ചിട്ടൊരു മാസമായിട്ടില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു സ്ഥാനം കണ്ടിട്ട്, സ്ഥാനം കാണുന്ന ഒരാളോട് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് വന്നിട്ട് നല്ലൊരു സ്ഥാനം കണ്ടിട്ട് നല്ല കിണർ കുഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പിന്നെ കുഴിക്കാൻ വരുന്നവരോട് പ്രത്യേകങ്ങൾ തീരുമ്പോൾ പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കറക്റ്റ് ഒരു ഫീറ്റിന് എത്താൻ റേറ്റ് എന്ന് മുൻകൂട്ടി പറഞ്ഞ് കൺഫേം ചെയ്യുക. പിന്നെ അതുമാതിരി തന്നെ അതിൻ്റെ എന്തെങ്കിലും എക്സ്ട്രാ എക്സ്പെൻസ്, അതിൻ്റെ മിഷൻ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ക്യാഷൊക്കെ അവർ വാങ്ങാറുണ്ട്. അതും കൺഫേം ചെയ്യുക. പിന്നെ PVC പൈപ്പ് ഇറക്കുന്ന സമയത്ത് ISI ബ്രാൻഡുള്ള പൈപ്പുകൾ നോക്കുക. പിന്നെ ആ PVC പൈപ്പ് ഇറക്കുന്ന കറക്റ്റ് ഒരു ഫൂട്ടിന് എത്രയാണ് വരിക എന്നുള്ളത് കറക്റ്റ് ക്യാഷ് എത്രയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഇറങ്ങുക. അവസാനം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വെള്ളുവമ്പറത്തുള്ള ടീമാണ് എനിക്ക് കുഴിച്ചത്, മലപ്പുറം വെള്ളുവമ്പറം. അപ്പോൾ അവർ പറഞ്ഞ റേറ്റ് 90 രൂപയായിരുന്നു. അവർ അവസാനം കഴിഞ്ഞപ്പോൾ 100 രൂപ വാങ്ങിച്ചു. അപ്പം എന്നോട് പറഞ്ഞ 90 ആ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തു. അതിൻ്റെ ശേഷം അവർ 90 100 വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ കൊടുത്ത് ഒരു വർക്ക് എടുത്തതിൻ്റെ നമ്മളോട് വർക്ക് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒരു അധ്വാനിച്ച ക്യാഷല്ലേ ചോദിക്കുന്നത്. അവന്മാരങ്ങ് തീരട്ടെ നിർത്തി ഞാൻ കുറച്ച് ക്യാഷ് കൂട്ടി കൊടുത്തു. അതുകൊണ്ട് അനുഭവം. അപ്പോൾ നമ്മളൊരു കുടിവെള്ളത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അതിനൊരു പ്രാക്ക് വേണ്ടല്ലോ. അപ്പോൾ അത് ഞാൻ ചോദിച്ച പൈസ അവർ കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ പിന്നെ എന്തായാലും അവരോട് ക്യാഷ് കൺഫേം ആയിട്ട് ചോദിക്കുക, എത്രയാവും എന്നുള്ളത്. അവസാനം ലാസ്റ്റ് എത്ര ഫൂട്ടിന് എത്ര വരും എന്നുള്ള കറക്റ്റ് അറിഞ്ഞതിന് ശേഷം മാത്രം ചോദിക്കുക, പിന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുക. എനിക്ക് അതേമാതിരി മലപ്പുറം ജില്ലയിലെ ഈ വെള്ളുവമ്പറത്തുള്ള ടീമിനെ വിളിക്കുന്നതിന് മുന്നേയും അതുമാതിരി ഞാൻ ഒരു എൻ്റെ പേര് പറയുന്നില്ല, പിന്നെ പെരിന്തൽമണ്ണല്ല യൂട്യൂബിലൊക്കെ അത്യാവശ്യം കാണാറുള്ള ഒരു ഗ്യാരണ്ടിയിൽ കുഴിച്ചെടുക്കുന്ന ഒരു ടീമുണ്ട്. അവരോട് ഈ 2 ടീമിനോടും കയ്യിൽ നിന്നും കുഴിപ്പിക്കാതിരിക്കുക.
ഒരു ചെറിയൊരു ഉടായ്പ എന്നാണ് എനിക്ക് മനസ്സിലായത്. 250 അടി എന്ന് പറഞ്ഞിട്ട് 200 അടി 50 അടിൻ്റെ പൈസ അധികം വാങ്ങിച്ചു പോയി. അതും പൈസ വാങ്ങിച്ചതല്ല, ഡബിൾ റേറ്റാണ് കൊടുത്തത് കേട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. ഡബിൾ റേറ്റാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്രയും കാശ് പോയതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോർവെൽ ഉപയോഗിക്കുന്നവരൊക്കെ ശരിക്കും ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് ഇറങ്ങുക. കറക്റ്റായിട്ട് സ്ഥാനം കണ്ടിട്ട് അത് കുഴിക്കുക. നല്ല സർവീസ് ചെയ്യുന്ന റേറ്റ് കുറച്ച് അടിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട്. 10 രൂപ 20 രൂപ റേറ്റിനൊക്കെ മാറ്റുന്ന റേറ്റിന് മാറ്റം ചെയ്ത് മലപ്പുറത്ത് തന്നെ ചെയ്യുന്ന മഞ്ചേരി ഭാഗത്തൊക്കെ, മലപ്പുറത്തുള്ള മഞ്ചേരിയിലുള്ളൊരു ടീമുണ്ട്. അവർ എന്നോട് റേറ്റ് വളരെ കുറച്ചായിരുന്നു, 15 രൂപ കുറച്ചൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ 100 രൂപ പറഞ്ഞു, 90 പറഞ്ഞു. മറ്റവർ 85 ആയിരുന്നു പറഞ്ഞിരുന്നത്. 5 രൂപ കൂടുതലല്ലേ ഇവിടെ വന്ന് തൊട്ടടുത്ത് കുഴിക്കുന്നവരല്ലേ. ഇനിയിപ്പോൾ അതിന് തപ്പി പോകേണ്ടെന്ന് കരുതിയിട്ട് ഇവർ കൊടുത്തപ്പം കഴിഞ്ഞപ്പോൾ ഇവർ പറയുന്നത് 100 രൂപ എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഏജൻറ്റുകളാണ്, കാരണം ഇവരൊക്കെ കൊണ്ടുപോകാൻ ചെയ്യിക്കുന്ന ഏജൻറ്റുമാരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. കയ്യിൽ നിന്ന് ഡയറക്റ്റ് തന്നെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ചിലർക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കയ്യിലാക്കുക, നമ്മൾ കുടിവെള്ളത്തിന് വേണ്ടിയെന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് പൈസ എങ്ങനെയാലും മറ്റുള്ളവരെ പൈസ എങ്ങനെയാലും നമ്മളെ കീശയിലാക്കാൻ ഇന്നുള്ള ആൾക്കാരെ കുറേ ആളുകൾ ഈ ഒരു ഏജൻറ്റുമാർ ഈ ഒരു പിറകിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ടീമുകളുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിൽ വിഷമാകുന്ന ടീമുകളുണ്ട്. വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ പോട്ടെ, നമ്മളെ പൈസ കിട്ടിയാൽ മതിയല്ലോ എന്ന് ചിരിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് ഞാൻ പറഞ്ഞവരൊക്കെ കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ള അനുഭവം എന്താ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മാത്രം കുഴൽക്കിണറിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുക. കുഴിച്ച കുഴൽക്കിണർ ഒരിക്കലും രണ്ടാമതൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഗ്യാരണ്ടിയിൽ കുഴിക്കാതിരിക്കുക. നമ്മളെ ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യൻ്റെ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പകുതി പൈസ ലാഭമായിരിക്കും. അതല്ല കിട്ടിയില്ല വേറെ കിണർ ഒഴിക്കാവുന്ന പൈസയാണ് നമുക്ക് നേരത്തെ പോകുന്നതെന്ന് മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.